ജയ്സാൽമീറിലേക്ക് പോവുകയാണ്. ഞങ്ങളങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ളൊരു ട്രിപ്പൊന്നല്ല. രാജസ്ഥാൻ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കുറേ ആയിട്ട്. അപ്പം അങ്ങനെ അറിയില്ല. അതെ, അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എന്താണെന്നുള്ളത് അറിയില്ല. സോ നമ്മളിപ്പോൾ ബസ്സിൽ കയറിയിരിക്കുകയാണ് ജയ്സാൽമീറിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടോ. കാരണം പുള്ളിക്കാരി ഇത് കണ്ടിട്ട് പേടിച്ചു ചെറുതായിട്ടൊന്ന് ബസ് കണ്ടപ്പോൾ. മീൻസ് നമ്മുടെ നാട്ടിലത്തെ പോലെ ആവില്ലല്ലോ ഇവിടെ. അതെ അതെ, അതാണ് മെയിനായിട്ട്. അപ്പൊ ഞങ്ങള് സെമി സ്ലീപ്പർ ബുക്ക് ചെയ്ത്. അല്ല, സെമി സ്ലീപ്പർ ബുക്ക് ചെയ്യാൻ കാരണം എന്താന്ന് വെച്ചാൽ പള്ളി പെരുന്നാളിന് പോയൊരു ഫീലാണ് ഇതിന്. നോക്ക്. ഹായ്. അതെ, ഇതിന്റെ ഉള്ളിൽ ലൈറ്റിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വൻ ലൈറ്റ് ആണ് കേട്ടോ. ഹൈലൈറ്റ്സ് നോക്കൂ, നല്ല രസമുണ്ട് അത്. ഇതാണ് സ്ലീപ്പറിന്റെ. വൃത്തിയൊന്നും വല്ലാണ്ട് പ്രതീക്ഷിക്കരുത്. അപ്പൊ ഞങ്ങളുടെ സംഭവം ഇങ്ങനെയാണ്. പിന്നെ ഹാഫ് സെമിയും മുകളിലും പിന്നെ സൈഡിലെല്ലാം. ഇത്രയും കാലം നമ്മൾ കാണിച്ചുകൊണ്ടിരുന്നത് ഗുജറാത്തിന്റെ VIP ഏരിയ വേസൂലായിരുന്നു ഞങ്ങൾ നിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ടെക്സ്റ്റൈൽ മാർക്കറ്റിൻ്റെ സൈഡിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ നിന്നാണ് ബസ് കയറുക. വലിയ വൃത്തിയൊന്നും ഇല്ല. ഇത് AC എന്നൊക്കെ പറഞ്ഞിട്ടാണ്. വണ്ടിയിൽ AC ഇല്ല, ചാർജ് പോലും ആവില്ല. തണുപ്പ് ചാർജിങ് ബോട്ടിൽ ഒന്നും ആവണില്ല. അവസാനം ഞങ്ങൾ കുറച്ച് ഞങ്ങളിപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാൻ നിർത്തിയിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ബസ്. ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഒരു ദാൽ തടുക്ക, പിന്നെ ചാവൽ. ഞങ്ങൾ വിശന്നിട്ട് അവളല്ലാതായിട്ടുണ്ട്. സോ ഞങ്ങളുടെ ഫുഡ് വരുന്നുണ്ട് ഗൈസ്. റൊട്ടി, നല്ല നെയ്യൊക്കെ ഇട്ട റൊട്ടിയാണ്. ദാൽ പുള്ളിക്കാരൻ ഞങ്ങൾക്ക് പുള്ളിക്കാരൻ ഒഴിച്ചൊക്കെ തരുന്നുണ്ട്. നല്ല സ്നേഹമുള്ള മനുഷ്യൻ. ഹായ്. എങ്ങനെയുണ്ട്? ഞാൻ അത് കഴിച്ചു നോക്കാണ്. വളരെ ടേസ്റ്റ് ഉണ്ട്. പുള്ളിക്കാരൻ ജീര റൈസും കൊണ്ട് വന്നിട്ടുണ്ട്. ഭയ്യ 2 रोटी और दे दो. एक चाय पीने को चाय. വലിയ ചായ ഗ്ലാസ് കേട്ടോ, കാണണേ വലിപ്പം. അച്ചോടാ, ഞങ്ങളടുത്ത് ഓൾറെഡി പറഞ്ഞു ഒരു 4 റൊട്ടി കഴിച്ചു. ഞങ്ങൾ ഒരു ജീര റൈസും പിന്നെ ഒരു ദാൽ തടുക്കി കഴിച്ചു. പിന്നെ 2 സ്പ്രൈറ്റും അല്ലേ, ഒരു ചായയും. ഇതിനെല്ലാതും കൂടെ ഞങ്ങൾക്ക് വന്ന ബില്ല് 530 രൂപയാണ്. സത്യം പറഞ്ഞാൽ 20 രൂപയുടെ സ്പ്രൈറ്റിന് വരെ 20 രൂപയുടെ സ്പ്രൈറ്റിന് അവർ 30 രൂപ പറഞ്ഞത്. ഞാൻ ഓൾറെഡി കേട്ടു അവർ പറയണത്. ഞങ്ങൾ മലയാളം അവിടുന്ന് പറഞ്ഞപ്പോൾ അവർ വിചാരിച്ചു ഓക്കെ ഇവർക്ക് ഭാഷ അറിയാം. ഒരു പ്രശ്നമില്ല, പക്ഷെ ഇത് അവരുടെ ആറ്റിറ്റ്യൂഡാണ്. കാരണം നമ്മൾ പുറത്തുനിന്നുള്ളവരായതുകൊണ്ട് നമുക്ക് ഭാഷ അറിയാത്തതുകൊണ്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികളും രാത്രി ആയതുകൊണ്ടാണ് അവർക്ക് ഇത്രയും ബില്ലിട്ടത്. സത്യം. കാരണം അവർക്കറിയാം നമ്മളിപ്പോൾ ഈ ഒരു
സിറ്റുവേഷനിൽ അടി ഇടാൻ വരില്ല എന്ന് വെയിറ്റിംഗ് ആയതുകൊണ്ട് നമുക്ക് ബസ്സിൽ കയറി പോയേ പറ്റും. അതെ, കാരണം ഞങ്ങൾക്ക് ഫുഡ് കഴിച്ച ഉടനെ തന്നെ ഈവൻ ബസ്സുകാരാണെങ്കിലും എനിക്ക് സംശയമുണ്ട് അവരുടെ ഇതാണോ എന്ന്. കാരണം ഫുഡ് കഴിച്ച ഉടനെ തന്നെ അതെ അതെ 20 മിനിറ്റ് ആവുന്നതിന് മുമ്പ് എടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 530 എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു 300 രൂപേന്റെ അടുത്തൊക്കെ ചിലപ്പോൾ വരുമായിരിക്കും. അതെ അതെ, എമൗണ്ടിലല്ല, അവരുടെ ആ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അതാണ് നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ആവുന്നത്. പക്ഷെ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് ഗേൾസ് ട്രിപ്പ് പോകുമ്പോൾ. ഇനി ഞാനൊന്ന് ഉറങ്ങാനൊക്കെ വിചാരിച്ചതിൽ എല്ലാവരും കിടന്നുറങ്ങണം. പക്ഷെ ഇവൾ ഉറങ്ങുന്നില്ല, ഇവൾ ഒരിക്കലും ഉറങ്ങിയില്ല ഗൈസ്. ട്രാവൽ ചെയ്യുമ്പോൾ ഉറങ്ങാറില്ല. പ്രത്യേകിച്ച് ട്രാവൽ ചെയ്യുമ്പോൾ അറിയാത്ത സ്ഥലവും അറിയാത്ത ആളുകളും എനിക്ക് ഒരിക്കലും ഉറങ്ങാൻ കഴിയില്ല. എനിക്ക് പറ്റും, ഇവിടെ കിടന്നുറങ്ങും. ഞാനൊന്ന് എൻ്റെ ഒരു ഉറക്കം കഴിഞ്ഞ് നീച്ചു. ഇവിടെ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് നീച്ചതാണ്. അപ്പോഴും ഇതാ കണ്ണും തുറച്ചിരിക്കുന്നു. ഇതൊക്കെ ഉറക്കൊന്നുമില്ല, അപ്പോൾ എന്തെങ്കിലും എനിക്കറിയില്ല. എൻ്റെ രണ്ടാമത്തെ ഉറക്കം കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇവിടെ ഒരാൾ ഇങ്ങോട്ട് നോക്ക്, പേടിയാവും കണ്ട. ഞാൻ നോക്കുമ്പോൾ തലയൊക്കെ മറിച്ച് മൊത്തത്തിലൊരു കറുത്ത സാധനം. എന്തപ്പത്ത് ഒന്നും കാണാനില്ലേ, നോക്ക് ലൈറ്റിലൊക്കെ കാണാത്തത് തന്നു. ഗുഡ് മോർണിംഗ്. രാവിലെ ആയി, പക്ഷെ നല്ല തണുപ്പ് തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ജയ്സാൽമീറിലെത്തി. ജസ്റ്റ് 2 minutes ഞങ്ങൾ ഇറങ്ങും വണ്ടിയിൽ. അതെ, ഇപ്പം അത്ര തണുപ്പില്ല, രാവിലത്തെ അത്ര തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യണില്ല. സുഹൃത്തത്തെ അത്ര തണുപ്പൊക്കെ. ഫോർട്ടാണിത്, ജയ്സാൽമീർ ഫോർട്ടാണ് ദൂരെ കാണുന്നത്. ഞങ്ങളുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിരുന്നു. അങ്ങനെ 10 minutes നല്ല അടിപൊളി സ്ഥലം കേട്ടോ. എക്സ്പ്ലോർ ജയ്സാൽമീർ. വലിയ ഫോട്ടോ ആണ്. ഇതിന്റെ സ്റ്റാർട്ടിങ് എവിടെയാണ് എൻഡിങ് എവിടെയാന്ന് പോലും മനസ്സിലാവില്ല, കുറേ ഉണ്ട്. കണ്ടോ? ഇപ്പം നമ്മൾ ഡെസേർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഈ വണ്ടിയിലാണ് പോണത്. ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ജയ്സാൽമീർ ഫോർട്ടിൻ്റെ അവിടെ ഫ്രണ്ടിൽ ഇറങ്ങിയപ്പോഴേക്കും ഒരുപാട് ഈ ലോക്കലായിട്ടുള്ള ഗൈഡ്സ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഒരുപാട് പേര് വന്ന് ഞങ്ങൾക്ക് പ്രഷർ തന്നിട്ട് ഞങ്ങൾക്ക് അത്രയും നമുക്ക് ആകെ സ്കെയർ ആയിട്ടൊരു സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ ഞങ്ങൾ അവരുടെ കൂടെ അങ്ങനെ അതിലൊരാളുടെ കൂടെ നമ്മൾ റൂംസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അവർ നമ്മളെ അവിടെ സ്റ്റേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ട്രിക്കി ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലായത് ഇവിടെ ഓക്കെ അല്ലാന്ന്. അപ്പോൾ അങ്ങനെ വേറെ 2 ബെസ്റ്റ് ഫ്രണ്ട്സ് ഇതേ 2 ഗേൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അവരുടെ കൂടെ ഞങ്ങളിപ്പോൾ വേറെ ഒരു ക്യാമ്പിലേക്ക് ഡെസേർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഫോർട്ടിൻ്റെ അവിടെ സ്റ്റേ ചെയ്യണ്ട, നാളെ വന്നിട്ട് സ്റ്റേ ഒക്കെ ചെയ്യാമെന്ന് കരുതിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊന്ന് സെറ്റിൽഡായി. ആദ്യം വന്നിറങ്ങിയ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി പോയിക്കൊണ്ട്. 4 പേരാണ് ഒരു ക്യാമ്പിൽ. നേരത്തെ ഞങ്ങൾ പറഞ്ഞ ബെസ്റ്റ് ഫ്രണ്ട്സും അവർ 2 പേരും പിന്നെ ഞങ്ങൾ ടോട്ടൽ 4 ഇതെന്താന്ന് വെച്ചാൽ അപ്പം ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഫോണൊക്കെ എടുത്തിട്ട് ഞാൻ അതെങ്ങനെ ഒരു പിടിച്ചോണ്ട് പോയാലോ എന്നുള്ള പേടിയുണ്ട്. അതെ, ഭാഷ അറിയാതൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പെട്ട് പോകും ഗൈസ്. അപ്പോൾ ഈ വണ്ടിക്ക് ഞങ്ങളടുത്തുനിന്ന് ചാർജ് ചെയ്തത് 1800 രൂപ ഒരാൾക്ക്, മീൻസ് 2 ആൾക്കും കൂടെ. പിന്നെ ഞങ്ങളിപ്പോൾ അവിടെ ക്യാമ്പിന് സാൻസൺ ഡ്യൂൺസിൽ അവിടെ 4000 രൂപയാണ് പറഞ്ഞത്. അതിലെല്ലാം വരുന്നുണ്ട്, ഡെസേർട്ട്, ക്യാമ്പിങ് ആക്ടിവിറ്റീസ് എല്ലാം വരുന്നുണ്ട് അതിൽ. അപ്പോൾ ഇത് വലിയ നഷ്ടമില്ല. ബഡ്ജറ്റിനേക്കാളും കൂടുതൽ സേഫ്റ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചെറിയ പൈസക്ക് ഇവർ റൂം തരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കൊണ്ടുപോകും. അതെ, ഞങ്ങൾക്ക് 500 രൂപയ്ക്ക് ഫ്രഷനപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയ റൂമാണ്. അടുത്ത് ആദ്യം പറഞ്ഞു ഈ പെൺകുട്ടികളും അവിടെയാണ് നിൽക്കണത് എന്ന്. അപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ചു അതെ ഇവർ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഇത് ഓക്കെ ആണല്ലോ, പെൺകുട്ടികൾക്കൊക്കെ നിൽക്കാൻ പറ്റിയ സ്ഥലമാണല്ലോ ഞങ്ങൾ വിചാരിച്ചു. പക്ഷെ പിന്നെ ഞങ്ങൾ എന്തോ ഇതിന് അവരുടെ സംസാരിച്ചപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ
നിങ്ങൾ എങ്ങനെയും ഇവിടുന്ന് രക്ഷപ്പെടുത്തുള്ള അർത്ഥത്തിലാണ് അവരാദ്യം പറഞ്ഞത്. ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവരോടൊപ്പം തന്നെ പോയേക്കാം. സോ ഇവിടെയൊക്കെ കുറേ ക്യാമ്പ് ഉണ്ട്. നമ്മൾ ഏകദേശം എത്താനായിട്ടുണ്ട്. ഒരുപാട് അതെ, ഒരുപാട് ആൾക്കാർ സഞ്ചാരം സ്റ്റൈലിൽ പ്ലാൻ ചെയ്യുമ്പോൾ സഞ്ചാരം ഫ്രം മീഷോ ആണ്. അതെ അതെ, സഞ്ചാരം ഫ്രം മീഷോ ആയി പോവാണ്. ഇതെല്ലാം ക്യാമ്പാണ്, ഇതെല്ലാം ക്യാമ്പാണ്, ഇതെല്ലാം ഇവിടെ ഉള്ള ക്യാമ്പാണ്. നമ്മളിതുപോലത്തെ ഒരു ക്യാമ്പാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ നമുക്ക് ഫുഡുണ്ട്, ഡിന്നറും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അതെ, അവിടെ എത്തിയിട്ട് അത് കണ്ടിട്ട് ഒന്നും കൂടെ ഞങ്ങൾ കൺഫേം ആക്കിയിട്ട് അപ്പം അവർ പറയണത് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. സോ സാംസൻഡ്യൂസിൽ വന്ന് നമ്മളിതാ ചെക്ക് ഇൻ ചെയ്തിട്ട് ഇരിക്കുകയാണ്. ഇതിന്റെ പേര് ഇതാ ഒസാക്കി ഡെസേർട്ട്. ഒസാക്കി ഇതാ ഞങ്ങൾ അതിന്റെ മെനു ഫുൾ മെനു അല്ല, ഇതാണ് സംഭവം. ഒസാക്കി ഡെസേർട്ട്. ഇവിടെ 4000 ആണ് പെർ ഡേ, എല്ലാം അടക്കം. മീൻസ് അല്ല, 3500 പാക്കേജ് ഉണ്ട്. അതിൽ നമുക്ക് ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ വന്ന റൂം മാത്രമേ കിട്ടുള്ളൂ. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ക്യാമ്പിനും കാര്യങ്ങൾക്കും എല്ലാം മീൻസ് നൈറ്റുള്ള ക്യാമ്പ്, ബ്രേക്ക്ഫാസ്റ്റ് ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇത് 4000 ഞങ്ങൾക്കൊരു പാക്കേജ് കിട്ടി. ക്യാമൽ റൈഡ് ഉണ്ട്, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പം ഇവിടെയാണ് നമ്മൾ നിൽക്കാൻ പോണത്. ഇതിലൊന്നും ഒന്ന് അവർ ഒഴിച്ചു തരണം. നമ്മൾ കുറച്ച് നേരത്തെ വന്നു പോയി, അതുകൊണ്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റിസപ്ഷനിൽ. ഇതാണ് റിസപ്ഷൻ. ഇതൊക്കെ കണ്ടത് എന്തത്. സോ ഇവൻ ഞങ്ങളുടെ ബാഗൊക്കെ എടുത്ത് ഞങ്ങളെ റൂമിലേക്ക് കൊണ്ടുപോവാണ്. ഇതാ അവിടെ കാണുന്ന അവരായിരുന്നു ഞങ്ങളെ രക്ഷിച്ച കുട്ടികളല്ല. ആ, അപ്പോൾ ഇത് കണ്ടോ, ഞങ്ങൾ ഈ മണലാരണ്യങ്ങളിൽ കൂടെ നടക്കുകയാണ്. ഇതാ മണലാണ് മക്കളെ, ഈ മണൽ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ചെക്ക് ഇൻ ചെയ്ത സ്ഥലം. അവിടുന്ന് ഞങ്ങൾ ഇങ്ങനെ നടന്നു. ഇനി ഇവിടെ തൊട്ട് ടെന്റുകൾ തുടങ്ങിട്ടോ, കുറേ ടെന്റുകളുണ്ട്. ഇതാ അപ്പോൾ അതാവും ഞങ്ങളുടെ ബാഗ്. രാത്രി ആവുമ്പോൾ ടെമ്പറേച്ചർ നല്ല ഫാൾ ഉണ്ടാവും. ഒരു 1 വരെയൊക്കെ വരും എന്നാണ് ഇവർ പറയണത്, നമുക്കറിയില്ല. അതെ, അപ്പോൾ ഞങ്ങൾ നല്ല എക്സൈറ്റഡ് ആണ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത ആ രാജസ്ഥാൻ ട്രിപ്പ് ഫൈനലി ഹാപ്പനിങ് ആണ്. അതെ, ഇതാണ് ഞങ്ങളുടെ ടെന്റിന്റെ ഫ്രണ്ട് വ്യൂ. ഓക്കെ, അപ്പോൾ ഇവരെയാണ് നമുക്ക് കിട്ടിയ ഫ്രണ്ട്സ്. പിന്നെ ഇതാ ഇവിടെ ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോവാം കേട്ടോ. ഇവിടെ അത്ര വൃത്തിയൊന്നുമില്ല, കാരണം നമ്മളൊരു 4000 ഒക്കെ കൊടുത്ത് നമ്മൾ എടുക്കുന്ന ഒരു റൂമിൻ്റെ ഇതൊന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യരുത്. പിന്നെ ഇവിടുത്തെ ഒരു ആംബിയൻസ് ആണ് മെയിനായിട്ട് ഇവർ പറയണത്. കാരണം ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ക്യാമൽ റൈഡിങ്, പിന്നെ അവിടെ DJ, പിന്നെ മറ്റ് ഡെസേർട്ട് ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട്. ഇവിടെ വാഷ്റൂം കം ബാത്ത് ഏരിയ ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഒരു വാഷ് ബേസിൻ, മിറർ, പിന്നെ ഷവർ, ഒരു ടോയ്ലറ്റ് ഉണ്ട്. ഇത് ആക്ച്വലി വലിയ ഏരിയ ആണ്. പിന്നെ ഇതിൻ്റെ സൈഡ്സിലൊക്കെ കണ്ടോ, നമുക്കിനി പാമ്പൊക്കെ വരുമെന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പേടിക്കും. സോ പക്ഷേ നമുക്ക് ഈ ഒരു വൈബ് സൂപ്പറാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോർണറൊക്കെ അടിപൊളിയാണ്. നല്ലൊരു എസ്തെറ്റിക് ടെൻറ്റിൻ്റെ, അതൊരു ഡെസേർട്ടിലുള്ള ക്യാമ്പിംഗ് വൈബ്, അത് പക്കാണ്. ഓക്കെ, ഇവിടുന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഇതൊരു സിപ്പ് ചെയ്തിട്ട് വരുന്ന ഒരു ഇതുണ്ട്, പിന്നെ ഒരു ഡോറുണ്ട്. ഓക്കെ, ഇത് കാറ്റടിക്കുമ്പോൾ ഇതിങ്ങനെ ഇളകുന്നു ഗൈസ്. അപ്പം ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് എനിക്ക്. സോ നമ്മുടെ ഫുഡ് വന്നിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. തണുത്ത് വരയ്ക്കാണ്. അതെ, അപ്പം നമ്മൾ എന്തൊക്കെയാണ് ഉള്ളത്? 2 റൊട്ടി, വെജ് സബ്ജി, ദാൽ, കോക്ക്, പിന്നെ ജീര റൈസ്. സോ ഞങ്ങൾ റെഡി ആയിട്ട് ഇങ്ങനെ വണ്ടിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒരു ഡെസേർട്ട്, അങ്ങനെ എല്ലാ ഡെസേർട്ട്സും കൂടെ കവർ ചെയ്യാൻ വേണ്ടി പോവുക. ഇതിന് ഞങ്ങൾക്ക് എക്സ്ട്രാ ചാർജ് വന്നിട്ടുണ്ട്.
ഇവിടെ ഇപ്പോൾ ഒരു 1:30 മണിയായി. അപ്പോൾ കുറച്ച് ചെറുതായിട്ട് വെയിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഏരിയയിലാണ് നമ്മൾ നൈറ്റ് DJയും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു എന്താ പറയുക പാക്കിലുള്ളതാണ്. നമുക്ക് ഈവനിങ് നോക്കി വെക്കാം. സോ ഞങ്ങളിപ്പോൾ ഡെസേർട്ട് സഫാരിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് പോവാണ്. ഇവനാണ് ഞങ്ങളെ കൊണ്ടുവന്നത്. നല്ല വെയിലാണ്, മുകളിലേക്ക് നോക്കാൻ പോലും പറ്റില്ല. സോ സൂര്യ നടക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് ഇവിടെ. അതെ അതെ അതെ. ഒന്നാമത് ഇവിടെ മണലിലാണ് നമ്മൾ നടക്കണേ. പിന്നെ നടന്നങ്ങടെ എത്തണില്ല, മുകളിലേക്ക് നോക്കാനേ പറ്റുന്നില്ല. ഈ വണ്ടിയിലാണ് പോകുന്നത്. ഈ ബൈയാണ് ഞങ്ങളെ കൊണ്ടുവന്നത്. പേരെന്താ? കാസിം. നല്ല ഫാസ്റ്റ് ആയിട്ടാണ് ആള് പോണത്. रॉयल डेजर्ट जा रही है पहला थार अयो സോ ഞങ്ങൾ ഈ മണലാരണ്യങ്ങളിലൂടെ നടക്കുകയാണ്. അതാ മണൽ മണൽ അതാണ് മണൽ മണൽ. പക്ഷെ ഞങ്ങൾ നല്ലോണം പേടിച്ചു. ഇതായിരുന്നു ഞങ്ങളുടെ ജീപ്പ്. ഇതിൽ സത്യം പറഞ്ഞാൽ അതെ അതെ സാഹചര്യമായി ജീപ്പ് ഓടിച്ച അദ്ദേഹം ഇതാണ്. ഇങ്ങനെ നടന്നു വരുന്ന പോലെ ഒന്നല്ല. बजरंगी बजा ओ मक्कली डेजर्ट डेजर्ट നമ്മൾ ഇന്ത്യത്തെ डेजर्ट ये वो टावर है ना, हाँ ये बॉर्डर प्लम के ओ ये क्या है बॉर्डर प्लम 1998 ഒട്ടകം ഒട്ടകം ഉണ്ട്. ചിരിക്കണം. അമ്മീ നല്ല വെയില്. ഞങ്ങൾ ബാക്ക് ടു അവർ ഒസാക്കി ഡെസേർട്ട് ക്യാമ്പ്. അങ്ങനെ ഒരു സാഹസികമായ യാത്ര കഴിഞ്ഞു. പൊടിമാറണ കണ്ട. സോ ഞങ്ങൾ ഡെസേർട്ട് സഫാരി ഒക്കെ കഴിഞ്ഞ് വന്ന് കിടക്കാണ്. നല്ല ക്ഷീണമുണ്ടെങ്കിൽ ഒരു തരി മണല് കളയാതെ അകത്താക്കിയാണ്. അത്രയും പൊടി അങ്ങോട്ട് തിന്നു കാറ്റടിച്ചിട്ട് കടഞ്ഞിട്ട് ശ്വാസം പോലും പൊടി. ഹലോ 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 ഇതെന്താ മണവാട്ടി കഴുത്തിലൊക്കെ കെട്ടിയ രാവിലെ വന്നപ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഭയങ്കര തണുപ്പായിരിക്കും രാത്രിയൊക്കെ. ഈവനിങ് ആയപ്പോഴും ഇവിടെ തണുപ്പൊന്നും വലിയ കുഴപ്പമില്ല. അവിടെ സ്വന്തം വീട്ടിൽ വന്ന മാതിരിയോളം ഇങ്ങനെ വൃത്തിയൊക്കെയാണ്. എന്തായാലും ഈ ടെൻറ്റ് തന്നവർക്കൊക്കെ സുഖമാണ്. അവർക്ക് അടിച്ചൊരു വൃത്തിയൊക്കെ ഇട്ടാണ് കൊടുക്കുക. കണ്ടു. ഇപ്പം ഈവനിങ് ആയി. ഇവിടെ ഒരാൾ കണ്ടോ, അവൾക്ക് ചായ ഇല്ലാതെ ഒന്നും അങ്ങോട്ട് ഇറങ്ങൂല. അവൾ ചായയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്.
കെട്ടിടത്തിനുള്ളിൽ അവളിവിടുത്തെ ഓണറിനെയൊക്കെ കണ്ട് സംസാരിക്കുകയാണ്. നമുക്ക് പോയാളെ കാണാം. ഇവിടുത്തെ ഓണറാണ്. ചായയൊക്കെ തന്നു. ഇതാണ് ഇതിൻ്റെ ഓണർ. ഹായ് ചായ. അല്ല, എല്ലാവരും 4 കൈ കൊണ്ടാണല്ലോ. ഇവിടെ ഇരുട്ടാണ്. ഞങ്ങളുടെ മാഗി വന്നു. പുറത്തുനിന്ന് കഴിക്കാം. ആ പൊടിയിൽ നിന്ന് ഞാനില്ല കഴിക്കാം. സോ ഞങ്ങൾക്ക് മാഗി വന്നു. ഈ മാഗി കഴിക്കണം. അവളപ്പോഴേക്ക് കഴിക്കാൻ തുടങ്ങി. സോ ഈവനിങ്ങിൽ ഒരു പാട്ടൊക്കെ വെക്കാൻ സെറ്റാക്കി കേട്ടോ. അതാണ് ഇവിടുത്തെ കിച്ചൺ. അവനാണ് ഞങ്ങൾക്ക് മാഗിയൊക്കെ ഉണ്ടായിക്കൊണ്ടത്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ടെൻറ്റ്. ബാക്കിലൊക്കെ എന്താവുന്നാവോ. ഒന്ന് മെല്ലെ നടന്നു നോക്കിയൊക്കെ കേട്ടോ. ഇവിടെയൊക്കെ കയറാണ്. കയർ കൂടെ ഓ അടിപൊളി സൺസെറ്റ് വ്യൂ ആണ് അവിടുന്ന്. അവിടേക്ക് വേറെ ടെൻറ്റുകളുണ്ട്. ഇവിടെ മ്യൂസിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു. റാസൽ കൈമേലിയ വലിയ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഞാനെന്ത് പ്രേതോ. Hello. Check. Hello. Check. Hello. Hello. സോ നൈറ്റായി. നമ്മൾ ലൈറ്റ് ഇടാൻ പോവാണ്. ഓൺ. അപ്പം നൈറ്റ് ഞങ്ങളുടെ റൂം ഇങ്ങനെയാണ് കാണാൻ. സോ രാത്രിയായി. ഇവിടെ DJ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. We are all on. ജയ്സാൽമർ മരുഭൂമിയിൽ ആകാശം നോക്കി DJ കാണുന്നു ഗായ്സ്.